പ്രശസ്ത ഫ്രഞ്ച് പോളിഷ് സിനിമാ സംവിധായകനായ റോമൻ പോളസ്കി നല്ല സിനിമയെ പറ്റി പറഞ്ഞത്, നല്ല സിനിമ നിങ്ങൾ തിയേറ്ററിൽ ഇരിക്കുകയാണെന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തില്ല എന്നാണ്. തിയേറ്ററിൽ ഇരിക്കുകയാണെന്ന് കാര്യം മറന്ന് സിനിമ കാണുന്ന പ്രേക്ഷകരിൽ നിന്നാണ് സിനിമയുടെ വിജയം തുടങ്ങുന്നത്. വളരെ നിസ്സാരമാണെന്ന് പ്രത്യക്ഷത്തിൽ തോന്നുമെങ്കിലും ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പ്രേക്ഷകനെ എത്തിക്കാൻ ചിലർ തങ്ങളുടെ സിനിമയ്ക്ക് വേണ്ടി കോടികൾ ചെലവഴിക്കുന്നു. വൻ താരങ്ങളെ തങ്ങളുടെ സിനിമയിൽ അഭിനയിപ്പിക്കുന്നു, പ്രശസ്തരായ സംവിധായകരെ കൊണ്ട് സംവിധാനം ചെയ്യിപ്പിക്കുന്നു, ഏറ്റവും നല്ല തിരക്കഥാകൃത്തുക്കളെ തങ്ങളുടെ സിനിമയുടെ ഭാഗമാക്കുന്നു. പക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് പോലും പലപ്പോഴും പല സിനിമകൾക്കും വിജയം നേടാൻ കഴിയാറില്ല. എന്നാൽ ചിലർ ചെറിയ ബഡ്ജറ്റിൽ തികച്ചും അപ്രശസ്തരായവരെ വെച്ചുകൊണ്ട്, പുതുമുഖങ്ങളെ വെച്ചുകൊണ്ട് സിനിമയിൽ അത്ഭുതങ്ങൾ കൊയ്യുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട്. കാഴ്ചക്കാരനെ തിയേറ്ററിൽ ഇരിക്കുകയാണെന്ന് തോന്നിപ്പിക്കാത്ത രീതിയിൽ ഒരു കൊച്ചു സിനിമ നിർമ്മിച്ചുകൊണ്ട് കോഴിക്കോട്ടെ അരിക്കുളം എന്ന ഗ്രാമത്തിലുള്ള ഒരു വിദ്യാലയം സൃഷ്ടിച്ച അത്ഭുതത്തെ പറ്റിയാണ് ഇന്ന് സിനിമാ കമ്പം ഇവിടെ പറയുന്നത്. ഞാൻ PC ശശികുമാർ. എല്ലാവർക്കും സിനിമാ കമ്പത്തിലേക്ക് സ്വാഗതം. സിനിമാ സംബന്ധമായ എല്ലാ വിശേഷങ്ങളും ഉൾപ്പെടുത്തിയ ഒരു ചാനലാണ് സിനിമാ കമ്പം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളും ഈ സിനിമാ കമ്പത്തിന്റെ ഭാഗമാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഉപ്പ് ഒരു ചെറിയ സിനിമയാണ്. ചെറിയ സിനിമ എന്ന് പറയുന്നത് സാങ്കേതികം മാത്രമാണ്, ദൈർഘ്യത്തിൽ മാത്രമാണ് അത് ചെറിയ സിനിമ. ഏകദേശം 50 മിനിറ്റോളമാണ് ഈ സിനിമയുടെ ദൈർഘ്യം. എന്നാൽ കണ്ടു കഴിഞ്ഞാൽ ദീർഘകാലം നിങ്ങളുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു വലിയ സിനിമയായി ഇത് മാറും. ഇത് നിർമ്മിച്ചിരിക്കുന്നത് കോഴിക്കോട് ജില്ലയിലുള്ള KPM-SM ഹയർ സെക്കൻഡറി സ്കൂളാണ്. വളരെ ലളിതമായ ഒരു കഥയെ അതിന്റെ രസച്ചരട് പൊട്ടാതെ സിനിമയുടെ അവസാനം വരെ വികസിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ സിനിമയുടെ വിജയത്തിന്റെ ഒരു അടിസ്ഥാനം. സോനുവിന്റെ ദുഃഖം പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതിനും പ്രേക്ഷകനെ സോനുവിന്റെ കൂടെ മുന്നോട്ട് നയിക്കുന്നതിനും ഈ സിനിമയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. ചെറിയ ചെറിയ സംഭവങ്ങളെ കൂട്ടിച്ചേർത്തുകൊണ്ട് നോൺ ലീനിയർ ആയിട്ടാണ് ഈ സിനിമയുടെ മുന്നോട്ടുള്ള ഒഴുക്ക്. ഉപ്പിന്റെ പിന്നിലുള്ള രഹസ്യത്തിന്റെ ജിജ്ഞാസ ചരട് പൊട്ടാതെ പ്രേക്ഷകരെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഈ സിനിമ വിജയിച്ചിട്ടുണ്ട്. ഒരു സ്കൂളും അതിന്റെ പരിസരവുമാണ് ഇതിന്റെ ഇതിവൃത്തമായി കടന്നു വരുന്നത്. സ്കൂളിന്റെ ഭാഗമായി എടുത്ത ഈ സിനിമയിൽ കഥയുടെ ഒഴുക്കിന് കല്ലുകടിയാവാതെ ആ നാടിനെയും ഗ്രാമാന്തരീക്ഷത്തെയും കുട്ടികളെയും സ്കൂളിനെയും എല്ലാം തന്നെ ഈ സിനിമയുടെ ഭാഗമാക്കി സന്നിവേശിപ്പിക്കാൻ ആ സ്കൂളിലെ തന്നെ അധ്യാപകനായ ഇതിന്റെ സംവിധായകനായ MS ദിലീപിന് കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഈ സിനിമയിൽ എടുത്തു പറയേണ്ട 2 വിഭാഗങ്ങൾ, ഒന്ന് സിനിമാറ്റോഗ്രാഫിയാണ്. അത് നിർവഹിച്ചിരിക്കുന്നത് സുജയ് ഭാസ്കറാണ്. ഒരു ഐഡിയൽ ഗ്രാമത്തിന്റെ ശാലീനതയും നിഷ്കളങ്കതയും സന്തോഷവും എല്ലാം തന്നെ സുജയ് ഭാസ്കറിന്റെ ക്യാമറ അതിമനോഹരമായി ഒപ്പിയെടുത്തിട്ടുണ്ട്. ഈ ഫ്രെയിമുകളെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് സിനിമയുടെ നോൺ ലീനിയർ സ്വഭാവത്തിന്റെ ശക്തി പകരുന്ന രീതിയായിരുന്നു സച്ചിൻ സഹദേവിന്റെ എഡിറ്റിംഗ്. സുനിൽ S. പുരം എഴുതിയ മനോഹരമായ ഗാനങ്ങൾക്ക് സംവിധായകനായ MS ദിലീപ് കാതിനിമ്പമാർന്ന മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഈണമാണ് കൊടുത്തത്. അഭിനയിക്കുന്നവരെല്ലാം തന്നെ പുതുമുഖങ്ങളാവുമ്പോൾ അവരെയെല്ലാം സിനിമയുടെ സ്വാഭാവികതയിലേക്ക് കൊണ്ടുവരിക എന്നത് വലിയൊരു ജോലി തന്നെയാണ്. എന്നാൽ അവരുടെ ആരുടെയും പരിചയമില്ലായ്മ പ്രകടമാവാത്ത രീതിയിൽ ഈ സിനിമയിൽ അഭിനേതാക്കളെ അവതരിപ്പിക്കുന്നതിൽ സംവിധായകന് ഒരു പ്രത്യേക കൈയ്യടി തന്നെ കൊടുക്കാം. മുഖ്യ താരങ്ങളായ ആ 2 കുട്ടികൾ, സോനുവായി അഭിനയിച്ച കാർത്തിക്കും പിന്നെ അലോകയും, 2 പേരും തങ്ങളുടെ റോളുകൾ തികച്ചും സ്വാഭാവികമായ പെരുമാറ്റങ്ങളിലൂടെ ആകർഷകമായി എടുത്തതിൽ വിജയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതിലെ പ്രധാന ഭാഗമായ സോനുവിന്റെ വീട്ടിലെ അന്തരീക്ഷം കാണിക്കുന്നത് അല്പം കൂടി വികസിപ്പിച്ചിരുന്നെങ്കിൽ അത് സോനു അനുഭവിക്കുന്ന പ്രശ്നത്തിന്റെ കാഠിന്യം പ്രേക്ഷകരിലേക്ക് കൂടുതൽ ശക്തിയായി എത്തിക്കാൻ കഴിയുമായിരുന്നു എന്ന് തോന്നുന്നു. അതുപോലെ ഈ സിനിമയുടെ എൻഡിൽ അധ്യാപകൻ വിദ്യാർത്ഥികൾ കൊടുക്കുന്ന ആ മെസ്സേജ്, അങ്ങനെ ഒരു മെസ്സേജ് അവിടെ അങ്ങനെ പറഞ്ഞു പോകേണ്ട ഒരു കാര്യമില്ലായിരുന്നു എന്നും തോന്നുന്നു. സിനിമയുടെ സന്ദേശം ആ സിനിമ കാഴ്ചയിലൂടെ തന്നെ പ്രേക്ഷകന് ലഭിക്കുന്നത് കൊണ്ട് അങ്ങനെ ഒരു സന്ദേശത്തിന്റെ പ്രസംഗ രൂപം വേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്നു.
ഓവറോൾ ഒരു മികച്ച ഫീൽ ഗുഡ് മൂവിയായി ഈ സിനിമ നമുക്ക് ആസ്വദിക്കാൻ കഴിയും. തിയേറ്ററിൽ ഇത് എത്ര പേർക്ക് കാണാൻ സൗകര്യം ഉണ്ടാകുമെന്ന് അറിയില്ല. കാരണം ഈ സിനിമ തെരഞ്ഞെടുക്കപ്പെട്ട തിയേറ്ററുകളിൽ പ്രത്യേക പ്രദർശനം മാത്രമാണ് നടത്തുന്നത്. തിയേറ്ററിൽ കാണാൻ കഴിയുന്നവർ ഈ സിനിമയുടെ തിയേറ്റർ അനുഭവം മിസ് ചെയ്യാതിരിക്കുക. നാം ഒരു സിനിമ ഇഷ്ടപ്പെടണമെങ്കിൽ വലിയ ബഡ്ജറ്റും വലിയ താരങ്ങളും ഒന്നും വേണ്ട എന്ന് തെളിയിക്കുന്ന ഒരു സിനിമയാണ് ഉപ്പ്. തീർച്ചയായും സിനിമാ കമ്പം പ്രേക്ഷകർക്കായി ഈ സിനിമ ശുപാർശ ചെയ്യുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും സിനിമാ കമ്പത്തിന് നമസ്കാരം.